ഒരു ഭാഗം വായിച്ച് ഈ കൂടി വന്നിരിക്കുന്ന ജനത്തോടായ എനിക്കുള്ള സന്ദേശം ആ ദൈവവചനത്തിലൂടെ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനർത്ഥമായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവരുടെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിലിരിക്കുന്നില്ല, ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. 22-ാം അധ്യായത്തിൽ നിന്നും ഒരു വാക്കൂടെ വായിക്കുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിരിക്കും. അവരുടെ ദാസന്മാർ അവരെ ആരാധിക്കും, അവർ അവരുടെ മുഖം കാണും, അവരുടെ നാമം അവരുടെ നെറ്റിയിലുണ്ടായിരിക്കും. ഇനി രാത്രി ഉണ്ടാകില്ല, ദൈവമായ കർത്താവ് അവരുടെ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഈ തിരുവചന ഭാഗം നാം എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടു എന്ന് വിശ്വസിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന 7 നൂതനമായിട്ടുള്ള അവസ്ഥകളെ സംബന്ധിച്ച് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ, വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതെല്ലാം ശാപങ്ങൾ, ഏതെല്ലാം ദോഷങ്ങൾ മനുഷ്യവർഗത്തിൽ ഉണ്ടായോ ആ ശാപങ്ങളും ദോഷങ്ങളും എല്ലാം അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ പ്രാപിച്ച ദൈവജനത്തിന് ലഭിക്കുവാൻ പോകുന്ന 7 നൂതനങ്ങൾ, 7 അനുഗ്രഹങ്ങൾ ആണ് നമുക്ക് ഉപസംഹരിക്കട്ടെ. അവർ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം, no more death, no more mourning, no more crying, no more pain, no more tears, no more night, no more old things. ഇനി മരണം ഉണ്ടാകില്ല, ഇനി ഞരക്കങ്ങൾ ഉണ്ടാകില്ല, കഷ്ടതകൾ ഉണ്ടാകില്ല, കരച്ചിലുണ്ടാകുന്നില്ല, വേദന ഉണ്ടാകുന്നില്ല, യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല, ഇനി രാത്രി ഉണ്ടാകില്ല. എന്നും വെളിച്ചമായി ആ നീതിശൂരനായ കർത്താവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരമില്ലാത്ത ആ സ്വർഗീയമായ തേജസ്സിൽ, സ്വർഗീയമായ പ്രഭയിൽ നിത്യനൂതനങ്ങളോടുകൂടെ എന്നും ദൈവമക്കൾക്ക് വാഴുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവി, ആ ഭാവിയോട് പുഞ്ചിരികൊണ്ട് കർത്താവ് പ്രത്യാശയോടുകൂടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവജാനെ നമുക്ക് കർത്താവിന്റെ ആ ഉയർപ്പിൻ പ്രഭാവത്തിൽ നമുക്ക് വീണ്ടും ദേഹസ്നേഹിക്കപ്പെട്ട ശരീരത്തോടുകൂടെ കാണാവുന്ന പ്രത്യാശയോടുകൂടെ ഞാൻ വാക്കുകൾ പ്രസ്തുതിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതാണ്. ഒരുപാടിന്റെ ഒരു ചരണം മാത്രം പാടുന്നു. Holy
നവംബർ ബഹും സഭയെ പ്രതികരിച്ച് സുശേഷൻ MP ഫിലിപ്പ് 2 മിനിറ്റ് അനുഷ്ഠാനം അറിയിക്കുന്നു. നാമം മഹത്വപരമാകട്ടെ. കർത്താവിന്റെ വിജയദാസൻ പ്രിയ ദേവികാരൻ പല പ്രാവശ്യം കാണുവാനും പരിചയപ്പെടുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പുലമൺ ഗോസ്ബൽ ഹാൾ ചർച്ചിനോട് ബന്ധത്തിൽ സുവിശേഷകൻ തോമസ് ആയിട്ട് പല പ്രാവശ്യം ഒരുമിച്ച് ആരാധനയിൽ സംബന്ധിക്കാനും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഭവനത്തിൽ പോകുവാനും അനുഗ്രഹീതമായ അവരുടെ കൂട്ടായ്മയൊക്കെ അനുഭവിപ്പാൻ പ്രിയ അമ്മാമ്മയുടെയും മക്കളുടെയും ഒക്കെ സ്നേഹപ്രസംഗങ്ങളൊക്കെ കൈക്കൊള്ളുവാൻ പല സന്ദർഭത്തിൽ എനിക്ക് ഇടയായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. കർത്താവിനെ സ്നേഹിക്കുകയും ദൈവമക്കളെ ആദരിക്കുകയും സുവിശേഷകന്മാർക്ക് ആവശ്യമായ കൈത്താങ്ങൽ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വളരെ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് നമ്മെ വിട്ട് അത്രസന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്നത്. തൻ്റെ മരണവാർത്ത പ്രിയ സുവിശേഷകൻ തോമസിൽ കൂടി ആ സന്ദർഭത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ അഗാധമായ ദുഃഖമുണ്ടായി. സഭയുള്ള ബന്ധത്തിൽ വളരെ ശാന്തനും വളരെ വിനയവും പക്വതയുമുള്ള ഒരു ദൈവദാസനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് തിരക്കപ്പെട്ടത് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ അവസരത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. താൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. താൻ വിശ്വസിച്ച വിശ്വാസ സത്യത്തിന് വേണ്ടി അവസാനം വരെ വീടോടെ പൊരുതുവാൻ, അതിൽ നിലനിൽക്കുവാൻ ദൈവദാസന് ഇടയായി എന്നുള്ളത് യാതൊരു സംശയമില്ല. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദൈവഭക്തന്മാർ ഏത് സ്ഥലത്തും ഏത് സമയത്തും എവിടെ വെച്ച് മരിച്ചാലും ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്, ശോഭയേറിയതാണ്. ആ നിലയിൽ പ്രിയ കർത്തൃദാസൻ മരണത്തെ ഒരു നിദ്രയായിട്ട് താൻ ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ സാന്നിധ്യം, തൻ്റെ വിടവ് താൻ നമ്മെ ദുഃഖത്തിലായിട്ടുണ്ടെങ്കിലും പ്രിയ ദൈവസന്നിധിയിൽ താൻ വിശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായ സംഗതിയാണ്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവരെയും എളമ്പൽ സഭയുടെ അഗാധമായ ദുഃഖവും, അത് മാത്രമല്ല ഞങ്ങളുടെ മേഴ്സി ഹോം എളമ്പൽ അനാഥശാലയുടെ അഗാധമായ ദുഃഖവും ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞങ്ങളെ ആ നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുകയും
അകമഴിഞ്ഞ ആ നിലയിൽ ഞങ്ങളെ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദേവയോഗത്തിൽ ഞങ്ങൾ കുടുംബമായും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. കർത്താവിന്റെ വേദനാമം മഹത്വപ്പെടുമാറാകട്ടെ. ട്രാൻസ്ഫറുകളുടെ വേണ്ടി നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അത് പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരൻ ജോസ് കുട്ടിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. കർത്താവിന്റെ 2 മിനിറ്റ് അനുസരണമായി സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കുന്നതായ ഈ സമയത്ത് പുതുതായി പറയുവാൻ എനിക്ക് വാക്കുകളില്ല. 1988 ഞാനിവിടെ വലിയ വിശ്വാസിയുടെ പ്രവർത്തനവുമായിട്ട് കടന്നു വന്നപ്പോൾ പ്രിയാതിലേക്ക് സാറെ ദൈവത്തിനെ പ്രിയപ്പെടുത്തി. അന്ന് മുതൽ ഇന്ന് വരെ 7 ദിവസം വരെയും സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് സമയങ്ങളിലും 2 കാര്യം പറയട്ടെ. എൻ്റെ ജീവിതാനുഭവത്തിൽ പ്രിയാതിനെ ഓർക്കുമ്പോൾ നല്ല മാനവികവും കുടുംബജീവൻ നയിക്കുവാൻ പ്രിയാതിനെ സാധിച്ചു. ഒന്നാമത് 3 കുഞ്ഞുങ്ങളും ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ പ്രവേശിക്കുവാൻ, അങ്ങനെ നല്ല സാക്ഷ്യം വഹിക്കുവാനായിട്ട് പ്രിയ ലഭിച്ച ജീവിതങ്ങളെ സാധിച്ചു എന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട്. പ്രിയ അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടി പറയട്ടെ. സുവിശേഷകരെയും സുവിശേഷ വേലയെയും സഹായിക്കുവാൻ ഇത്രയധികം താല്പര്യം കാണുന്ന ഒരു വ്യക്തിയായിരിക്കും കാണുവാനായിട്ട് എൻ്റെ കഴിഞ്ഞ 25 വർഷക്കാലത്ത് കാണുവാനായിട്ട് സാധിച്ചില്ല. സ്വഭാവവ്യാസത്തിന് പ്രവർത്തിക്കുന്ന സംഘടനയാവുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ നിന്ന് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കും ഭാരതത്തിലെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുവാൻ പ്രിയ അപേക്ഷിച്ചാണ്. മാത്രമല്ല എല്ലാവരെയും സുവിശേഷ വേലക്കാരെ എല്ലാവരെയും നേരത്തെ പറഞ്ഞതുപോലെ കൈത്താങ്ങുവാൻ, അനുഭവിക്കുന്നവരെ പ്രാർത്ഥിക്കുവാൻ പ്രിയ മനസ്സിൽ നിന്ന് ന്യൂസിലേക്ക് ഇറങ്ങിപ്പോയ ഉപയോഗിച്ചാൽ ഇതായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഉപയോഗിച്ചാലുള്ള പ്രത്യാശ ജീവിതത്തിനായി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കുള്ള ഒരു വലിയ കാര്യമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കുള്ള നിത്യതയിൽ വീണ്ടും നമുക്ക് തന്നെ പ്രിയ മകനെ കാണുന്നുള്ള ഉറപ്പുണ്ട്. ആ ഒരു വലിയ ഉറപ്പ്, ആ ഒരു പ്രത്യാശ പ്രിയ അമ്മാവയ്ക്കും പ്രിയ കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതിലും നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ആ നിത്യതയിൽ ചെന്ന പ്രിയമകനെ വീണ്ടും കാണുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും അവസരം കൊടുക്കട്ടെ. ട്രാൻസ്ഫറുകളുടെ നാമത്തിലുള്ള അനുശോചനമായി സമയം അർപ്പിക്കുന്നതിന് സൂചകമായി പ്രിയ സംവിധാനം അറിയിക്കൽ സമർപ്പിക്കുന്നതാണ്. Thank you, Brother George. നമുക്ക് പ്രയർ ഹോൾ അസംബ്ലിയെ ഉദ്ഘാടനം ചെയ്ത് സാമൂഹികമുള്ള ചില മിനിറ്റുകൾ 2 മിനിറ്റ് സംസ്കരണം പറയും. സാമൂഹ്യക്കുട്ടി പ്രയർ ഹോളിനെ ഉദ്ഘാടനം ചെയ്ത് സാമൂഹ്യക്കുട്ടി ഇപ്പോൾ 2 മിനിറ്റ് അനുസ്മരണം അറിയിക്കുന്നതാണ്. ദൈവനാമത്തിൽ നന്ദിയോടുകൂടി സമർപ്പണം ചെയ്തു. പ്രിയയുടെ ബന്ധത്തിൽ കഴിഞ്ഞ 22 വർഷക്കാലം അച്ഛനുമായി സഹകരിക്കുവാനും ഒരു സഹോദരനെ പോലെ കഴിയുവാനുമൊക്കെ കഴിഞ്ഞ നാളുകൾ കർത്താവ് സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അച്ഛനെ പറ്റി പറയുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മയിൽ വരികയുണ്ടായി. അച്ഛനെ ആ നിലയിൽ ദൈവികമായ കാര്യങ്ങളൊക്കെ ഇടപെടുകയും വീണ്ടും നിലയിലുള്ള സഹായങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന മാതിരി ചെയ്യുകയും ചെയ്യുകയുണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. താൻ ആഗ്രഹിക്കുകയും മക്കളെ ആ നിലയിൽ വളർത്തുകയും ചെയ്യുവാനൊക്കെ കഴിഞ്ഞ ആളുകൾ സഹായിച്ചു. കുടുംബത്തോടുള്ള ബന്ധത്തിൽ വളരെ അധികമായ രീതിയിൽ തന്നെ കുടുംബം പുലർത്തി പോരുവാനുമൊക്കെ അച്ഛനെ സഹായിച്ചു. അതുപോലെ സഭകളോടുള്ള ബന്ധത്തിലും ആ നിലയിൽ തന്നെ ആയിരിക്കാൻ തക്കണം കഴിഞ്ഞ
മാനേരി സഭയുടെ വിവിധ നിലയിലുള്ള ആവശ്യങ്ങൾക്ക് അച്ഛൻ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഈ പുരവൻ സഭയുടെ ഏറ്റവും ഒരു സഭ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ അച്ഛനിൽ നിന്നാണ് അവിടെ ആഗ്രഹിക്കുകയും തന്റെ ആഗ്രഹങ്ങൾ കൊടുക്കുവാൻ അതുപോലെ ഇവിടെ ആഗ്രഹിക്കുകയും ചെയ്തു. പിന്നീടാണ് മറ്റ് സഹോദരങ്ങളൊക്കെ കൂടി വരികയും ചെയ്തത്. ആദ്യം അച്ഛനെ പ്രവർത്തിക്കുവാൻ കൊണ്ട് സഹായിച്ചു. അച്ഛൻ്റെ ഈ നിര്യാണത്തോട് ബന്ധത്തിൽ കർത്താവ് ഏത് നിലയിലാണ് അന്വേഷിച്ചതിനെ അച്ഛനെ വളരെ ഐക്യകരമായ രീതിയിൽ തന്നെ ഒരു ദിവസത്തിൽ ചേർക്കപ്പെടുവാൻ കൊണ്ടും തന്നെ ഇടയായി. തന്നെ ആ വീഴ്ചയുടെ ബന്ധത്തിലാണ് പ്രയാസം ഉണ്ടായതെങ്കിൽ കർത്താവിന്റെ ആഗ്രഹം കർത്താവ് അനുഭവിച്ചു. കുഞ്ഞുങ്ങളോട് ബന്ധത്തിൽ കുഞ്ഞുങ്ങളൊക്കെ അടുത്ത് തന്നെ നിന്ന് അതൊക്കെ ശ്രദ്ധിപ്പാനും കാണുവാനും കർത്താവിനെ ശുശ്രൂഷിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അധികം സമയം ഇരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. തൃക്കണ്ണൂരിൽ പ്രേഹാറിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തോടുള്ള കാര്യത്തിലും എന്റെ വ്യക്തിപരമായ വ്യക്തിയിൽ ഈ സമയത്ത് പ്രഖ്യാപനത്തിന്റെ അനുസരണയെ പറ്റിക്കൊണ്ട് എന്റെ വാക്കുകൾ ചെയ്യുന്നു. എൻ്റെ വളർത്തിൻ്റെ മകൻ ഐക്ക് മാത്യു he traveled all the way from USA just to participate in the funeral. ഐക്ക് മാത്യു കുടുംബമായി ഒത്തിരി ബന്ധമുള്ള വളരെ അടുത്ത ബന്ധമുള്ള ഒരു പ്രിയ മകനാണ്. ഞങ്ങളുടെ നിരക്ക് പ്രധാനമായി പറയുവാനായിട്ട് കിട്ടാവുന്നതാണ് പ്രിയ ഐക്ക് മാത്യുവിനെ ഒരിക്കലും കഴിയാൻ കഴിയാത്ത രീതിയുമാണ് കാരണം ായിട്ട് ഞാൻ ഒക്കെ മണിക്കൂറുകളോട് ഞാൻ സംസാരിക്കുമായിരുന്നു. പല കാര്യങ്ങളും ഞാൻ പങ്കുചേരുകയും സഭയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ നന്ദിയിൽ സംസാരിക്കുമ്പോൾ വളരെ ദൃഢത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ആംഗ്ലങ്ങൾക്ക് വളരെ നാളുകളായിട്ട് തന്നെ ദൈവജനമായി ഇടപെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. ദൈവജനത്തിൽ പറയുമ്പോൾ ഏതാണ്ട് 50 വർഷത്തെ കഴിഞ്ഞ ഞങ്ങൾക്ക് കുടുംബമായിട്ടുണ്ട്. ആ നിലയിൽ പ്രിയ ദൈവജായൻ എൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ സഹോദരി പറയായിരുന്നു. ആ നിലയിൽ ദൈവജാനെ ഒരു മകനെ പോലെ സ്നേഹിക്കുകയും ആ നിലയിൽ എന്നോട് ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്നു. 2 ആഴ്ചകൾക്ക് ഞാൻ ദൈവജനമായിട്ട് ഞാൻ സംസാരിച്ചു, പല കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ സഭയുടെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം തന്നെ അറിയിക്കുകയും ചെയ്തു. ഞാൻ ദൂരെ വിളിക്കുമ്പോൾ മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് നല്ല ആരോഗ്യമില്ല, എങ്കിലും എനിക്ക് ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് എന്നെ അറിയിക്കുകയും ഞാൻ ചെയ്യുക എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു രാത്രി ആദ്യമനെ വിളിച്ച് പറഞ്ഞു ഒരു ചെറിയൊരു അപകടം ഉണ്ടാകുകയും കഴിക്കാത്ത ഉറക്കമുണ്ടാകുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുള്ളത് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ വീഴ്ചയുമായിട്ട് നമ്മുടെ സമയം സംസാരിക്കാനിടയായി. എന്നോട് പറഞ്ഞു ഒരു 10 ദിവസത്തെ ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ട് എന്നെ ഞാൻ അവരോട് ആക്കിയിരിക്കുകയാണ് എന്ന് തമാശയോടെ എന്നോട് പറഞ്ഞു. എന്നാൽ ഈ 10 ദിവസത്തെ വിശ്രമമല്ല, ഒരു നിത്യ വിശ്രമമായിരിക്കുന്നത് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വേർപാടാണ് കേൾക്കാനായിട്ട്. അതിനുശേഷം സർജറിക്ക് ശേഷം ഞാൻ കുടുംബമായിട്ട് വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. സർജറി കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് കേൾക്കാൻ വേണ്ടിയായി. അത് ചൊവ്വാഴ്ച രാവിലെ ഞാൻ വീണ്ടും വിളിച്ചു. മനോഹരമായിട്ട് വിളിച്ചു.
ചില മിനിറ്റുകൾക്ക് ശേഷമാണ് വീണ്ടും നിങ്ങൾ ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കാനും നിങ്ങളെ അറിയിച്ചത്. പരിചയ അതാണ് കടന്നുപോയി എന്നുള്ള വാർത്ത നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞതായിരുന്നു. കാരണം ചില മിനിറ്റുകൾ മാത്രമാണ് ഒരു ചരിത്രത്തിലുള്ള ആസുഖം സന്തോഷം ഞങ്ങൾക്ക് കേൾക്കാനും കഴിഞ്ഞാൽ എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയും മറ്റൊന്നായും ദൈവം എല്ലാം തന്റെ സമയത്ത് നന്മയ്ക്കായിട്ട് എല്ലാം ജീവിതത്തിലെല്ലാമെന്ന് പറയാൻ കഴിയുകയും പ്രിയാത്മാവിനും പ്രമോദ് വിരാസത്തിൽ നഷ്ടതയാണ് ഇത്. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഒരു വലിയ നഷ്ടതയാണ്. ആ വിധത്തിൽ നിങ്ങൾ സ്വന്തമായി ദൈവം സർവാശ്വാസമായി പ്രാർത്ഥിച്ചുകൊണ്ട് Thank you, Lord. Thank you. സുവിശേഷൻ സേവകരാജ് അദ്ദേഹത്തെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. തൻ്റെ പുറം കണ്ണുകൊണ്ട് നമ്മെ കാണുവാൻ കഴിയില്ലെങ്കിലും അകൽ കണ്ണുകൊണ്ട് എല്ലാവരെയും കാണുകയും വിശേഷാർത്ഥിയ ദൈവകുടിയുമായി വളരെ സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്ന കർത്തദാസനാണ്. 2 മിനിറ്റ് അനുസ്മരണമായി അദ്ദേഹം ഇപ്പോൾ സംസാരിക്കും. അതാണ് അതിനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ പെട്ടെന്ന് യാത്രയിൽ ജനമോദം ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞ മാസം പോലും ഞങ്ങളുടെ വരികയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. വേർപാടിൽ വരുന്നത് ആർക്കും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്. എങ്കിൽ പോലും ഇത് ഇത്രയും പെട്ടെന്ന് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചതല്ല. നമ്മുടെ പ്രതീക്ഷകളല്ലോ ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവം ഉദ്ദേശിക്കുന്ന സമയത്തും അത് നിറവേറ്റുന്നു. ഇവിടെ താൻ ഇവിടുന്ന് കടന്നുപോയി. പിന്നെ നമ്മൾ പോകാനുള്ളവരാണ്. അനിവാര്യമായ ഈ സംഭവം നമുക്കെല്ലാവർക്കും ദുഃഖം ഉളവാക്കണമെന്നാണ്. ദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 വർഷത്തിലേറെ എനിക്ക് കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വരികയും ദേശായി മാത്രമല്ല കുടുംബാംഗങ്ങളും അതുപോലെ സഭയിലെ എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ദേശായി. മാത്രമല്ല ഞങ്ങൾ പലപ്പോഴും റോഡിൽ മുറിയിൽ നിന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും തൻ്റെ കർത്താവിനോടുള്ള സ്നേഹവും ദൈവങ്ങളോടുള്ള ആദരവും അതുപോലെ തന്നെ വലിയവരെ ആദരിക്കുന്നതായ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. താൻ ഇരുന്നപ്പോൾ ഞങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രവർത്തനത്തെല്ലാം ദൈവം സ്നേഹിച്ചിരുന്നു. വഴിയെങ്കിൽ പോലും വന്ന് കാണുകയും ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തതാണ്. ദേവദാസൻ്റെ വേർപാടിൽ എൻ്റെ അനാഥമായ ദുഃഖം പ്രിയ അമ്മാമയ്ക്കും അതുപോലെ തന്നെ ശേഷം കുടുംബാംഗങ്ങൾക്കും ഞാൻ ഈ വർഷത്തെ അറിയിക്കുന്നു. താങ്ക് യു. തുടർന്ന് ചാത്തന്നൂർ ബൈബിൾ കോളേജിലെ എല്ലാവരുമായ തോമസ് KC തോമസിൻ്റെ മകനാണ്. 2 മിനിറ്റ് അനുസ്മരണമായി സംസാരിക്കുന്നതാണ്. ചില നാളുകൾക്ക് മുൻപ് പിതാവിനെ പരിചയപ്പെടുവാനിടയായി പ്രത്യേകമായ ഒരു സാഹിത്യമുള്ള ബന്ധത്തിൽ ആ ഭവനത്തിൽ കടന്നു പോകുവാനും കുറേ സമയം അവിടെ ചിലവഴിക്കാനൊക്കെ ഇടയായി. എന്നാൽ കഴിഞ്ഞ ദിവസം ദേവദാസനെ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴേ വളരെയധികം പ്രയാസമുണ്ടായി. ഇന്ന് വാഗ്ദാനം
അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് ഉടമകളായി തീരുമാനപ്പെട്ട ഇടയാൽ ആ നിലയിൽ ഞാൻ ഈ പ്രിയ ജാഗ്രതയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിലായിരിക്കുന്ന പ്രിയ മാമയും മക്കളെയും കുടുംബങ്ങളെയും സർവ്വധീയങ്ങളുടെ ദൈവത്തിൻ്റെ സമാധാനം ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് നമുക്ക് ലഭിക്കുന്ന സമയം ദൈവനാമത്തിനായി പ്രയോജനപ്പെടാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ദൈവം താങ്ക് യു ഫോർ തോമസ്. എൻ്റെ പ്രിയ സണ്ണി അദ്ദേഹത്തിൻ്റെ അനുസ്മരണം വളരെ സന്തോഷകരമായിരുന്നു. തുടർന്ന് ഒന്ന് രണ്ട് അനുസ്മരണങ്ങൾ കഴിഞ്ഞ് ഒരു വചന ശുശ്രൂഷ ആരംഭിക്കാം. 2 വചന ശുശ്രൂഷകളുണ്ട്. ഒരു അനുസ്മരണം കൂടെ കഴിഞ്ഞ് 10 മിനിറ്റ് വചന ശുശ്രൂഷയ്ക്കായി സമയം വർദ്ധിപ്പിക്കുകയാണ്. ദാസൻ വിശേഷം CM തോമസ് 10 മിനിറ്റ് എടുക്കുകയുള്ളൂ എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രമേ അനുവദിക്കുവാൻ സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പറയും. അപ്പോൾ പ്രിയ ബാബു സാമുവൽ ഒത്തനാമ കൊണ്ടോട്ട് വന്ന് 2 മിനിറ്റ് സംസ്ഥാനം പതിനാലത്തെ മനുഷ്യമുതൽ കൊണ്ടുവന്ന പ്രതിനിധിക്കാണ് നോക്കുന്നത്. ജയിച്ചാൻ്റെ ഇളയമകൻ പ്രമോദ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ജിൻസിയാണ് വിവാഹം ചെയ്യുന്നത്. അതിനോട് ബന്ധത്താണ് ഞാൻ ഇവിടെ നൽകുന്നത്. നാളെ ഞാൻ മാത്രമല്ല കുടുംബമായി പട്ടണത്തിലെത്തുന്ന എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയ ജയിച്ചാനെ കുറിച്ച് ഉയർന്ന കാര്യങ്ങൾ അനുസൃതമായി പറഞ്ഞതിൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. പ്രിയ പ്രമോദ് ഞങ്ങളുടെ കുഞ്ഞിനെ വിവാഹം കഴിച്ച് മാത്രമല്ലാത്തതിൻ്റെ കഴിഞ്ഞ 27 വർഷമായിട്ട് എനിക്ക് പ്രിയ ജയിച്ചാനുമായി വളരെ തല്ലി ഈ കുടുംബമായി അടുത്ത് ഇടപെടുവാൻ ഇടയായിട്ടുണ്ട്. കർത്താവിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും പ്രത്യേകിച്ച് സ്കൂളുകളിലും മറ്റും കണ്ടുപോയി പ്രിയ ജയിച്ചാനോട് കർത്താവിൻ്റെ പേരിൽ ആഗ്രഹിക്കുവാൻ ഇടയായിട്ടുണ്ട്. അത് മാത്രമല്ല അവരുടെ ഭവനത്തിൽ വെച്ച് ചില കൂട്ടായ്മകളിൽ ആരാധനയിൽ പങ്കെടുക്കുവാനും പ്രിയ 3 കുഞ്ഞുങ്ങളെയും ദൈവത്തെ പദക്കൂടി പഠിപ്പിക്കുവാനും കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന് കഴിഞ്ഞ 27 വർഷമായിട്ട് ഞങ്ങൾ ഈ ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിയ പേരിൽ തന്നെ അടുത്തിടപെടുവാനും മനസ്സിലാക്കുവാനും ഇടയായിട്ടുണ്ട്. തൻ്റെ പെട്ടെന്നുള്ള വേർപാട് വളരെ വേദനാജനകമായ കാര്യമാണ്. അവർ മനുഷ്യരായി ഇരിക്കുന്നത് എല്ലാവരും ഭൂമിയിൽ നിന്ന് കടന്നു പോകണമെങ്കിൽ തന്നെ പെട്ടെന്നുള്ള വേർപാട് വളരെ വേദനാജനകമാണ്. ഇത്ര പെട്ടെന്ന് ജീവിതത്തിലേക്ക് ചേർക്കപ്പെടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. അത് സാരമില്ലാത്തതായ വേദന നമുക്ക് നൽകുന്നുണ്ട്. ഡെത്ത് എന്നുള്ള ഇംഗ്ലീഷിന്റെ വാക്ക് തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് earthly abode and transfer to heaven or hell എന്നാണ്. അതിൻ്റെ ഡെത്ത് എന്ന വാക്കിൻ്റെ വാക്കുകൾ ആളുകളുണ്ട്. അപ്പോൾ പ്രിയ അക്കാൻ്റെ വേർപാട് കാരണം ഈ മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ ദൈവക്കാൻ ട്രാൻസ്ഫറാണ്, അവസാനമല്ല. ട്രാൻസ്ഫർ ടു ഹെവൻ ഓർ ഹെൽ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് 3 അവസ്ഥാനങ്ങളുണ്ട്. ഒന്ന് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ, 2 ഭൂമിയിൽ, 3 ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത്. ഈ യഥാർത്ഥ അവസ്ഥയിലായിരിക്കുമ്പോഴും ഭൂമിയിലായിരിക്കുമ്പോഴും അത് നിയന്ത്രിക്കുന്നത് ദൈവത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. എന്നാൽ എങ്ങോട്ട് മാറ്റപ്പെടണമെന്നുള്ള 3ാമത്തെ അവസ്ഥ നിയന്ത്രിക്കപ്പെടുന്നത് അത് നമ്മൾ തന്നെയാണ്. പ്രിയ വേശ്യാന് തൻ്റെ ഈ ഭൂമിയുടെ വാസ്തു കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും തൻ്റെ കൃപയ്ക്ക് ദൈവം കൊണ്ട് കൃപയ്ക്ക് തിരിച്ച് ദൈവത്തിനോട് പ്രവർത്തിക്കുവാനും ഇടയാക്കപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദുഃഖത്തിൽ പത്തനാപുരത്തെ കുടുംബത്തിൻ്റെ അഗാധമായ ഈ ദുഃഖത്തിനായി കുടുംബത്തോട് ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർവ്വ ആശ്വാസത്തിലുള്ള ദൈവം ഈ നമ്മുടെ ഏവരെയും കുടുംബത്തോടെ ആശ്വസിപ്പിക്കട്ടെ പറഞ്ഞു എന്ന വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും പോലെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മൈക്ക് അതിന് ശബ്ദം പുറകിലെത്തുന്നില്ല.
എന്ന് പറയുകയുണ്ടായി. മൈ കോപ്പറേറ്റീവ്സ് ഒരല്പം കൂടെ ഓഡിയം ഇടണം. എല്ലാവർക്കും കേൾക്കുവാൻ കഴിയുന്നില്ല, കാണുവാൻ കഴിയുന്നുണ്ട്, എന്നാലും കേൾക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഓരോ മ്യൂസിക് തറയും ഡിസ്റ്റർബിംഗ് ആണ്. മഴയുടെ സംഗീതവും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പം കൂടെ ഓഡിയം എല്ലാം മൈക്കിലേക്ക് ഇടുവാൻ മൈക്ക് ഓപ്പറേറ്റേഴ്സിനോട് വിനയമായിട്ട് വയ്ക്കുക. ഇപ്പോൾ ഒരു ഗായക സംഘം ഒരു പാട്ടിൻ്റെ ഒരു ചരണം മാത്രം പാടുകയും തുടർന്ന് 10 മിനിറ്റിനുള്ളിൽ ആദ്യത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുകയാണ്. ഗായക സംഘത്തെ ആ ഗാനം ആലപിക്കുവാൻ ക്ഷണിക്കുന്നു. തുടർന്ന് ദാവദാസൻ CM തോമസ് 10 മിനിറ്റ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതാണ്. ആരംഭിക്കുന്നതിന് മുൻപ് നമുക്ക് ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ MP കൊടിക്കുന്നിൽ സുരേഷ് അവരുടെ നമുക്കുണ്ട്. ഈ കുടുംബത്തോട് വളരെ സ്നേഹമുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. 2 മിനിറ്റ് ഇപ്പോൾ പറയുന്നു. നാമത്തിൽ ഞങ്ങളുടെ MP അനുസരിച്ചായിരിക്കുന്നു. ബഹുമാനിയായ പാസ്റ്റർമാരെ, പ്രിയപ്പെട്ട എലിച്ചന്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, അത്യധികം ദുഃഖത്തോടും അതോടൊപ്പം തന്നെ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് എലിച്ചാന്റെ ഈ മനസ്സിൽ ഞാൻ നിൽക്കുന്നത്. എലിച്ചാനെ കുറിച്ച് പറയുന്നത് വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി. ഞാൻ എൻ്റെ മോഹനാളുകൾ പരിചയപ്പെടുവാൻ അടുപ്പം സ്ഥാപിക്കുവാനും എനിക്ക് അവസരം. ഞങ്ങൾ കൂടെ പോയി കാണുകയും പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യുവാൻ പല ഉപദേശങ്ങളിരിക്കുന്നതുമാണ്. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ പ്രോത്സാഹനവും എപ്പോഴും തന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വന്തം ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് ഞങ്ങൾ എപ്പോഴും കണ്ടിരുന്നത്. ഞങ്ങൾ പലപ്പോഴും രാവിലെയുള്ള അർത്ഥത്തിൽ ഒരുമിച്ച് കാലമായി ആ അവസരത്തിലൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമായിരുന്നു. ബിസിനസിനെ കുറിച്ച്, കുടുംബ കാര്യങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, കൊട്ടാരക്കരയുടെ വികസന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പലപ്പോഴും എന്നോട് സംസാരിച്ചു. തീർച്ചയായിട്ടും മരണം ഒരു ലെറ്ററോടുകൂടിയാണ് എനിക്ക് പോകുന്നത്. ഇത്ര പെട്ടെന്നൊരു വേർപാട് ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങളൊന്നും ആരും വിശ്വസിച്ചില്ല. പക്ഷേ നമ്മൾ വേർപെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ വേർപാട് കുടുംബാംഗങ്ങളെ വളരെയധികം ദുഃഖത്തിലായിട്ടുണ്ട് എന്നെനിക്കറിയാം.
ഇന്നലെ ഭവനത്തിൽ ഞാൻ സന്ദർശിച്ചിരുന്നു. ഭവനത്തിൽ നേരിട്ട് ഭഗവാനും മക്കളുടെയും എൻ്റെ അനുശോചനം അറിയിക്കുകയുണ്ടായി. അത്രയേറെ അടുപ്പവും ബന്ധവുമാണ് ആ കുടുംബവുമായി അവരുടെ വീഴ്ചയുണ്ടായി. വ്യവസായത്തിൽ സ്വന്തം നേരിട്ട് നഷ്ടപ്പെട്ട ചിന്തപാലത്തോടു കൂടിയാണ് ഞാൻ ഈ സംസ്കാരത്തെ സംബന്ധിക്കുന്നത്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ല ഒരു വ്യക്തിബന്ധം എല്ലാവരും മനുഷ്യരെ സ്ഥാപിക്കുവാനും നല്ല സുഹൃത്തുക്കൾ സൃഷ്ടിച്ചുകൊണ്ട് നല്ല ഒരു വ്യക്തിയായി ജീവിക്കുവാനും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനും കഴിയുന്നതാണ്. ആരുടെയും എതിർപ്പോ വിദ്വേഷമോ ഒന്നും ഏറ്റുവാങ്ങാതെ തന്നെ ഒരു ജീവിതം നയിക്കുകയും ആണിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഗുണകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തിൽ ജീവിച്ചു, ഈ നാടുകളിൽ ജീവിച്ചു. അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്തു. തീർച്ചയായും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ നൽകിയിട്ടുള്ള നല്ല സേവനങ്ങൾ സ്മരിക്കുന്നതായ ആവശ്യമില്ല. ഈ അവസരത്തിൽ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ അനുശോചനം അറിയിക്കുകയും ഈ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികളുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് അനുശോചന വാക്കുകൾ ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. നന്ദി. ഇന്ത്യയിൽ നിന്ന് നാം കേൾക്കുകയായിരുന്നു. ഒരു അനുസ്മരണം കൂടെ പറയുമ്പോൾ കൃത്യം 11 മണിയാണ്. ആ അനുസ്മരണം നിർവഹിക്കുന്നത് ബേബി മാത്യു പത്തനാപുരമാണ്. അദ്ദേഹം കൂടെ അനുസ്മരണം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെയും വാർഷിക അനുസരിച്ച് 11 മണിയാണ്. 11 മണി മുതൽ 11:10 അപ്പുറം പോകാൻ ഒരു വളരെ ശുശ്രൂഷ കേൾക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രിയ ബേബി മാത്യു പത്തനാപുരത്തെ സ്നേഹപൂർവ്വം അനുഷ്ഠാനത്തിനായിരിക്കുന്നു. സഹോദരൻ സഹോദരി സഹോദരന്മാരെ സംഘത്തിലെ പ്രിയ സഹോദരൻ ഇന്ന് കർത്തൃനിലയിൽ ആയിരിക്കുന്നു. വളരെ ചെറുപ്പത്തിലെ ബാലസംഘം പ്രവർത്തനങ്ങളോടുള്ള ചില നിങ്ങൾക്ക് വളരെ അടുത്ത പെരുമാറുന്നതായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ നിലയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ നിലയിലുള്ള അനുസരണം ഞാൻ ഓർക്കുകയായിരുന്നു. ആ പ്രിയ കുടുംബത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല ആ സഹോദരന്റെ മകൻ പ്രമോദ് എൻ്റെ കസിൻ്റെ മകളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ആ നിലയിലുള്ള ബന്ധം മാത്രമല്ല കുവൈറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരി ആ കുടുംബം ആയിട്ട് 3 വർഷങ്ങളായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുവാനും ആ നിലയിൽ ആയിരിക്കാനൊക്കെയും സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരനും വളരെ പെട്ടെന്ന് ചേർക്കപ്പെട്ടു. നമ്മൾ ഓർക്കുമ്പോൾ സ്റ്റെഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ ശബ്ദത്തിനിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ദൈവമക്കളുള്ള പ്രിയ സഹോദരൻ്റെ ഭൗതിക ശരീരം ഉയർത്തുന്നാണ് നമുക്ക് ഒന്നിച്ചു കാണുമെന്നുള്ള ആ പ്രതിനിധികൾ ആ വലിയ പ്രത്യാശയിൽ സംസ്കരിക്കാനായിട്ട് നമ്മൾ പ്രവർത്തനം ചെയ്യുകയാണ്. നമുക്ക് ദുഃഖമുണ്ട്, വേർപാട് ദുഃഖമുണ്ട്, എന്നാൽ പ്രത്യാശയുണ്ട്. നമുക്കിനിയും സഹോദരത്തെ ഒന്നിച്ചു കാണാമെന്നുള്ള പ്രത്യാശയുണ്ട്. ആ പ്രിയ കുടുംബത്തോടും കൊട്ടാരക്കര സഭയിലുള്ള ദൈവത്തോടും ആ സഹോദരൻ്റെ ദുഃഖത്തിൽ വേർപാട് ദുഃഖം നൽകുന്ന ദൈവത്തോട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ദുഃഖം അറിയിക്കുകയാണ്. മാത്രമല്ല കലഞ്ഞൂർ ബ്രദർ സഭയുടെ
ദുഃഖവും അറിയിക്കുന്നു. Thank you, Brother David Matthew. Now it is time for listening to the word of God. Our dear brother, Evangelist C.M. Thomas, is going to share the word in the name of our family and of the assembly. We invite C.M. Thomas to give the word of God. Please. ദൈവത്തിന്റെ നാമത്തിന് ആദ്യമായി സ്തോത്രം ചെയ്തു. ഒരു വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദാനിയേലേ, നീയോ അവസാനം വരുമ്പോഴും പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഞാൻ നിൽക്കുന്നത് എന്നെക്കാട്ടും പ്രകൃതിമാരും കഴിവുള്ള ദൈവത്തിന് ദാസന്മാർ കൂടിയുണ്ട്. എന്നാൽ ഞാൻ 24 വർഷമായി ഈ കൊട്ടാരക്കരയിൽ ഉള്ള ദൈവമക്കളോടുകൂടെ പ്രധാന അസംബ്ലിയിലെ കൂട്ടായ്മയുടെ ബന്ധത്തിൽ സുവിശേഷ രംഗത്ത് വന്നു ചെയ്യുവാനിടയായത്. തൃക്കണ്ണൂർ ലെബനേഴ്സ് അസംബ്ലിയിലുള്ള കൂട്ടായ്മയിലാണ് ഞങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. ഞങ്ങൾ അവിടെ വരുമ്പോൾ ഈ കർത്താവിൻ്റെ ദാസനും കുടുംബവും അവിടെയുണ്ട്. അവിടുത്തെ സഭയുടെ അംഗങ്ങളാണ്. ദീർഘവർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ കൂട്ടായ്മയുടെ ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ആ കാലങ്ങളിൽ ഇവിടെ മറ്റ് സുവിശേഷന്മാർ വന്നു ചേർന്നിട്ടില്ല. അതിനുശേഷമാണ് കർത്താവിൻ്റെ ദാസന്മാർ ചിലരൊക്കെ ഇവിടെ വന്നു ചേർന്നിടയായിരുന്നത്. അതിലൂടെയാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. അതിനുശേഷമായി ഞാനിവിടെ വന്നതിന് ശേഷം ഈ പ്രദേശത്ത് കർത്താവിൻ്റെ വേദിയിൽ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ആത്മാർത്ഥമായ സഹകരണവും കൈത്താങ്ങലും കൊടുത്ത് ദൈവത്തിൻ്റെ വേദിയിൽ പ്രവർത്തിപ്പാൻ നിൽക്കണം. ഈ പുതിയ സഹോദരനും കുടുംബവും ആത്മാർത്ഥമായി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ അനേക സുവിശേഷന്മാർ ആര് തന്നെ സമീപിക്കുന്നുവോ ആ സമീപിക്കുന്നവരെ ആരെയും അദ്ദേഹം ഒരിക്കലും വെറുതെ അയക്കാറില്ല. അവരവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സാഹചര്യം അറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ അവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാന അസംബ്ലി ആരംഭിച്ചതിന് ശേഷമാണ് അവിടെ തൃക്കണ്ണൂരിൽ നിന്ന് അവരിവിടേക്ക് മാറി താമസമായത്. ഇന്നും ഏതൊരു സമയത്തും ഈ തൃക്കണ്ണൂർ അസംബ്ലിയിൽ സഭായോഗത്തിന് യോഗങ്ങൾക്ക് ഞാൻ കടന്നു വന്നാണ്. പിന്നെ മറ്റാർക്കും അദ്ദേഹം സമയം കൊടുത്തില്ല. അദ്ദേഹം എന്നെ ആദരിക്കുകയും ആ പ്രഥമ സ്ഥാനം എനിക്ക് തരികയും ചെയ്യും. അങ്ങനെ അന്ന് മുതൽ ഇത്രയും വർഷക്കാലങ്ങൾ ഞങ്ങൾ തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം പുലർത്തി ആത്മീയമായ നിലയിൽ നിന്നു പോരുവാൻ ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കുന്നു. വേർപാട് എന്ന് പറയുന്ന മരണം എന്ന് പറയുന്ന ഒരു വേർപാടാണ്. അത് ഏവർക്കും നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തെ ഉളവാക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവൻ്റെ പെട്ടെന്നുണ്ടായിരിക്കുന്ന ആ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന തൻ്റെ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ദൈവം ഈ വചനങ്ങളാൽ നിങ്ങൾ ആശ്വസിപ്പിക്കൊള്ളുകയെന്ന് പറയപ്പെട്ടിരിക്കുന്ന പ്രകാരം മാനുഷികമായ വാക്കുകൾക്ക് അവരുടെ ഈ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നതല്ല. സർവശക്തനായ കർത്താവിൻ്റെ വചനത്തിനും മാത്രമേ അവരെ ആശ്വസിപ്പിക്കുവാൻ കിട്ടണം കഴിയുള്ളൂ എന്ന് ഞാൻ നിങ്ങൾക്ക് ഓർമ്മിക്കുന്നു. അതെ, ഇവിടെ നാം വായിച്ചതുപോലെ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലിനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ദാനിയേലേ, പോയി വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ മടങ്ങി വരിക എന്നത്രേ പറയപ്പെട്ടിരിക്കുന്നത്. മരണം ഒരു നിത്യമായിരിക്കുന്ന വേർപാടല്ല, താൽക്കാലികമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലികമായിരിക്കുന്ന വേർപാട് മാത്രമാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു.
അവർ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവർ ചെയ്തായിരിക്കുന്ന പ്രയത്നങ്ങളിൽ നിന്ന്, അധ്വാനങ്ങളിൽ നിന്ന് ഒരു വിശ്രാമത്തിലേക്ക് അവർ പ്രവേശിക്കുക മാത്രമായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് ദാനിയേലിനോടും അതുപോലെയുള്ള നല്ല വിശുദ്ധന്മാരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പോയി ഈ ലോകത്തിലെ കഷ്ടപ്പാടിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് അല്പസമയം വിശ്രമിച്ച് ആശ്വാസം പ്രാപിക്കുക. നിങ്ങൾ അതേ